ഇന്ന് ഞങ്ങൾ പോയത് നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ളൊരു സ്ഥലത്തേക്കാട്ടോ. അമ്മായിപ്പാലത്താണ് സ്വർഗം ഫിഷ് ലാൻഡ് എന്ന് പറഞ്ഞിട്ട്. ബത്തേരിക്ക് അടുത്താണ്. ഇതുവരെ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പോകണമെന്ന് പറഞ്ഞ് പോയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പം കുറച്ചുകൂടി ബെറ്റർ ആക്കി എന്ന് പറഞ്ഞ് കേട്ടപ്പോൾ പോയതാണ് കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങളവിടെ പോയി. നല്ല രസമായിരുന്നു കേട്ടോ കാണാൻ. ഒരു ഈവനിങ് 6:30 ടൈമിനാണ് പോയത്. ചെറിയ ചാറ്റൽ മഴയൊക്കെ ഉണ്ടായിരുന്നു, മഴക്കാലമാണല്ലോ. പിന്നെ അതുകൊണ്ട് നമുക്ക് ഡേ ലൈറ്റും കാണാൻ പറ്റി, നൈറ്റ് ലൈഫിൽ ലൈറ്റൊക്കെ ഇട്ടിട്ടുള്ള സെറ്റപ്പായിട്ടുള്ള സംഭവം കാണാൻ പറ്റി കേട്ടോ. നല്ല രസമായിരുന്നേ. ഉള്ളിലേക്കൊക്കെ കുറേ കാണാനുണ്ട്, നമുക്ക് നടക്കാനും കുറേ ഫോട്ടോ സെക്ഷനൊക്കെ എടുക്കാനുള്ള സ്ഥലങ്ങളുണ്ട് കേട്ടോ. അപ്പം നമുക്ക് ഫാമിലിയൊക്കെ ആയിട്ട് പോയി കഴിഞ്ഞാൽ എന്താ പറയുക, ബോട്ടിംഗ് ഉണ്ട്, മക്കൾക്ക് കളിക്കാനുള്ള ഒരു ഏരിയ വേറെ തന്നെയുണ്ട്. പിന്നെ മറ്റേ ബേർഡ്സിൻ്റെ ഒരു സെക്ഷനുണ്ട്. പിന്നെ കഴിക്കാൻ, നമ്മൾ മെയിനായിട്ട് പോകുന്നത് കഴിക്കാൻ എന്തെങ്കിലുമൊക്കെ കിട്ടുമെന്ന് തപ്പി നോക്കുന്നവരുണ്ടല്ലോ, അതുപോലെ അതിൻ്റെ ഒരു സെക്ഷനുണ്ട്. അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ. ഞങ്ങൾ ഈ ബേർഡ്സിനെ കയറാൻ പോയടുത്ത് 50 രൂപ വെച്ച് കേട്ടോ ടിക്കറ്റ്. അപ്പോൾ ഞങ്ങൾ കയറി, അത് കയ്യിൽ വന്നിരുന്നു. തീറ്റ എടുക്കുന്നത് ഇങ്ങനെ കാണാൻ നല്ല രസമായിരുന്നേ. എൻ്റെ മോനിത് ആദ്യമായിട്ട് കാണുന്നതുകൊണ്ട് അവന് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. അവൻ്റെ കയ്യിൽ മാത്രം ഇരിക്കുന്നില്ലല്ലോ എന്നൊരു വിഷമമായിരുന്നു അവന്. അങ്ങനെ ഞങ്ങളെല്ലാം കണ്ടു. അത് കഴിഞ്ഞ് കുറച്ച് നേരമൊക്കെ അതിനോട് ടൈം സ്പെൻഡ് ചെയ്തു കേട്ടോ. വെറൈറ്റി ബേർഡ്സ് ഉണ്ടായിരുന്നേ, നല്ല ഭംഗിയുള്ള, നല്ല രസമുള്ളതുണ്ടായിരുന്നു കേട്ടോ. പിന്നെ പാറി പാറി വന്നിരിക്കും. അപ്പോൾ ഗോകുവിൻ്റെ മേത്തേക്ക് വെച്ച് കൊടുത്തു നോക്കിയേ, പക്ഷെ അതൊന്നും പറന്നൊന്നും ഇരിക്കുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഈ സ്ഥലത്തിൻ്റെ മെയിൻ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് എന്താണ്, നമുക്ക് ചൂണ്ടയിട്ട് മീൻ പിടിക്കാം. ആ പിടിച്ച മീൻ ഇവർ ലൈവായിട്ട് നമുക്ക് പൊരിച്ച് തരും കേട്ടോ വേണമെങ്കിൽ. അതല്ലെങ്കിൽ നമുക്ക് വാങ്ങിയിട്ട് വീട്ടിൽ കൊണ്ടുപോകുക, എങ്ങനെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ. അത് ഓരോരുത്തരുടെ ഇഷ്ടം പോലെ കേട്ടോ. അങ്ങനെ നമ്മളവിടെ പോയി ഇതിനെയൊക്കെ കണ്ടു. അത് കഴിഞ്ഞപ്പോൾ നമ്മൾ മീനിൻ്റെ അടുത്തേക്ക് പോയിട്ടോ. നമ്മളങ്ങ് ചെല്ലുമ്പോഴേക്ക് മീൻകുട്ടികളൊക്കെ കൂടെ നമ്മുടെ അടുത്തേക്ക് ഇങ്ങനെ പാഞ്ഞു വരും കേട്ടോ. ആൾക്കാരെ കാണുമ്പോഴേക്ക് തീറ്റ കിട്ടുമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഏട്ടൻ കുറച്ച് തീറ്റയൊക്കെ ഇങ്ങനെ കൈ മടക്കി വെച്ച് കൊടുക്കാൻ പറഞ്ഞു കേട്ടോ അവിടെയുള്ള ചേട്ടൻ. അപ്പം അങ്ങനെ കൊടുത്തു. ഗോകുവിന് കൊടുക്കണം എന്നുണ്ട്, ഗോകുവും കൊടുത്തു, ഞാനും കൊടുത്തു കേട്ടോ. അത് നല്ല രസമാണ്, വേറൊരു ഫീലാണ്. ഇവർ നമ്മുടെ കൈ തട്ടുമ്പോൾ നമുക്ക് വേറൊരു ഫീലാണല്ലോ. എന്നാലും നല്ല രസമായിരുന്നു കേട്ടോ. പിന്നെ വെറൈറ്റി കളർ ഫിഷാണല്ലോ, നല്ല രസമുണ്ടായിരുന്നു. പിന്നെ മറ്റേ വെള്ള മുള്ളൻപന്നിയും ഇഗ്വാനയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇഗ്വാനേനെയൊക്കെ വേണേൽ പിടിച്ചോളാൻ പറഞ്ഞേ, ധൈര്യം ഉള്ളതുകൊണ്ട് ഞാൻ പിടിച്ചില്ല. പിന്നെ കിളികളുടെ അടുത്തേക്ക് വന്ന് കുറച്ച് നേരമൊക്കെ കളിച്ച് കുറേ നേരം അവിടെ ടൈം സ്പെൻഡ് ചെയ്തു കേട്ടോ. പിന്നെ ഞങ്ങൾ മെല്ലെ പുറത്തേക്ക് ഇറങ്ങി കഴിയുമ്പോൾ പിന്നെ ഗോകുവിന് ഊഞ്ഞാലാടണം എന്ന് പറഞ്ഞിട്ട് ഊഞ്ഞാലിൽ കയറി. പിന്നെന്താണ്, ജമ്പർ ഉണ്ടായിരുന്നു. ഗോകുവിന് ജമ്പർ ചാടാൻ ഭയങ്കര പേടിയായിരുന്നു. എന്നാലും ഞങ്ങൾ അതിലൊക്കെ കയറി കേട്ടോ. ഏറെക്കുറെ എല്ലാത്തിലും കയറി. പിന്നെ മഴയായത് കാരണം വെള്ളവും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ, ചെറിയ ചെറിയ വെള്ളമാണെങ്കിലും. അപ്പോൾ പിന്നെ കുറേയൊക്കെ ഞങ്ങൾ നെക്സ്റ്റ് ടൈം ആവട്ടെ എന്ന് വെച്ച് സ്കിപ്പാക്കി വിട്ടു. പിന്നെ കുറേ നേരം അത് കൂടെയൊക്കെ നടന്നു. നല്ല കൂളിങ് കാലാവസ്ഥ ആയതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ഇഷ്ടപ്പെടും കേട്ടോ. ചെറിയ ബോട്ടൊക്കെ ഉണ്ട് നമുക്ക് എടുത്ത് പോകാൻ പറ്റുന്ന പോലത്തെ. പിന്നെ ഒരു വലിയ മീനിൻ്റെ വാ പോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, നല്ല രസമാട്ടോ കാണാൻ. പിന്നെ ഊഞ്ഞാലുകളുണ്ട്, സ്ലൈഡുകളുണ്ട്, അങ്ങനെ കുറേ ഏരിയ ഉണ്ട് കേട്ടോ. നമുക്ക് ഫോട്ടോ എടുക്കാനുള്ള സെക്ഷൻ തന്നെ കുറേ വെറൈറ്റീസ് ഉണ്ട്. പിന്നെ നല്ല തണുത്ത കാറ്റും. ഒരു ചേട്ടൻ വാളേനെ പിടിച്ച് കേട്ടോ, നമ്മൾ പിടിച്ചില്ല. വേറൊരു ചേട്ടൻ വാളമീനെ പിടിച്ചിട്ട് ഇങ്ങനെ കിട്ടിയിട്ട് അതിങ്ങനെ പിടയ്ക്കുന്ന കേട്ടോ. ഗോകുവിന് കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടമായി. അങ്ങനെ കുറേ നേരം നമ്മളവിടെ ടൈം സ്പെൻഡ് ചെയ്തു കേട്ടോ. എല്ലാവർക്കും പോയി വരാനൊക്കെ പറ്റുന്ന നല്ലൊരു സ്ഥലം.